ലോകത്തിലെ ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ വിപണികളിൽ ഒന്നായി അറിയപ്പെടുന്ന രാജ്യമാണ് ജപ്പാൻ. താരശക്തിയേക്കാൾ കഥ പറച്ചിലിനും സിനിമാറ്റിക് അനുഭവത്തിനുമാണ് ഇവിടെ പലപ്പോഴും പ്രാധാന്യം നൽകുന്നത്. അത്തരത്തിൽ ജപ്പാനിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് അല്ലു അർജുൻ ചിത്രം പുഷ്പ ടു ദ റൂൾ. ഇപ്പോഴിതാ പുഷ്പ ടു ദ റൂൾ ജപ്പാനിലും തരംഗമാവുകയാണ്. റിലീസ് ചെയ്ത് വെറും 14 ദിവസത്തിനുള്ളിൽ 6.1 കോടി രൂപ ജപ്പാൻ ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏകദേശം 17,000-ഓളം ആളുകളാണ് 2 ആഴ്ചയ്ക്കുള്ളിൽ ജാപ്പനീസ് തിയേറ്ററുകളിൽ സിനിമ കാണാൻ വേണ്ടി എത്തിയത്. അല്ലു അർജുന്റെ സ്റ്റൈലിനും നൃത്തത്തിനും വലിയ ആരാധക വൃന്ദമുള്ള ജപ്പാനിൽ പുഷ്പയുടെ 2ാം ഭാഗത്തിനായി വലിയ കാത്തിരിപ്പിലായിരുന്നു സിനിമാ പ്രേമികൾ. അല്ലു അർജുനെ ഇരുകൈയും നീട്ടിയാണ് ജപ്പാൻ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. സാധാരണയായി ദൈർഘ്യം കുറഞ്ഞ സിനിമകൾക്ക് മുൻഗണന നൽകുന്നവരാണ് ജാപ്പനീസ് പ്രേക്ഷകർ. എന്നാൽ 3 മണിക്കൂർ 40 മിനിറ്റ് ദൈർഘ്യമേറിയ റൺ ടൈം ഉണ്ടായിരുന്നിട്ടും ഈ ബ്രഹ്മാണ്ഡ ആക്ഷൻ ഡ്രാമ ചിത്രത്തെ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയത് താരത്തിന്റെ ആഗോള സ്വാധീനത്തെയാണ് വ്യക്തമാക്കുന്നത്. ഈ നേട്ടം അല്ലു അർജുന്റെ വരാനിരിക്കുന്ന ആഗോള പ്രൊജക്ടുകൾക്കും വലിയ ഊർജ്ജമാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. 2024 ഡിസംബർ 5-ന് ആഗോളതലത്തിൽ 12,500 തിയേറ്ററുകളിലാണ് സുകുമാർ രജനിയും സംവിധാനം ചെയ്ത പുഷ്പ 2 പ്രദർശനത്തിനെത്തിയത്. രാജ്യത്ത് അതിവേഗമാണ് 1000 കോടി കളക്ഷൻ നേടിയത്. ചിത്രം റിലീസായി വെറും 6 ദിവസത്തിനുള്ളിലായിരുന്നു ഈ ഒരു നേട്ടം. അല്ലു അർജുൻ, രശ്മിക മന്ദാന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ സുനിൽ, ഫഹദ് ഫാസിൽ, അനസൂയ ഭരദ്വാജ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 2021-ൽ പുറത്തിറങ്ങിയ പുഷ്പ ദ റൈസ് എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് ഈ ചിത്രം. പുഷ്പ ദ റൈസ് നൽകിയ വമ്പൻ ജനപ്രീതിയും വിജയവും തന്നെയായിരുന്നു ഈ ചിത്രത്തിന്റെ വിജയവും. 500 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ ഒരു ചിത്രം ഇന്ന് വരെയുള്ള ഏറ്റവും ചെലവേറിയ ഇന്ത്യൻ ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ്.